ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡീഫർ ഡിജിറ്റൽ. കേരള വിഷൻ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന കേരള വിഷൻ്റെ കേബിൾ ടി വി കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കുള്ള ഏറ്റവും പുതിയൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കേരള വിഷൻ്റെ ചില ചാനലുകൾ നമുക്ക് കഴിഞ്ഞ മാസം മുതൽ ലഭ്യമാകില്ല എന്ന്. പക്ഷേ നമുക്കതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ കേരള വിഷൻ തന്നെ അവരുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തിറക്കിയിരുന്നു. ഏപ്രിൽ 1 മുതൽ സ്റ്റാറിൻ്റെ ബൊക്കകളായ ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 തുടങ്ങിയ അവരുടെ ബൊക്കകളിലെല്ലാം ചാർജ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ചാനലുകളെല്ലാം നിലവിലുള്ള ബൊക്കകളിൽ നിന്നും കേരള വിഷൻ ഏപ്രിൽ 1 മുതൽ ലഭ്യമായിരിക്കുകയില്ല. നിങ്ങൾക്ക് ഈ ചാനൽ അലാക്കാട്ടിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ സാധിക്കുക. കേരള വിഷൻ അവരുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. മലയാളത്തിലെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റ് 2010-11 മുതൽ ഫ്രീ ടു എയർ ചാനലിൽ നിന്ന് പേ ചാനലാവുകയും പിന്നീട് വിവിധ കമ്പനികളെയും ലേലം നടത്തി അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ ലേലത്തിലൂടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാനലുകളുള്ള വലിയ ബൊക്കയെ മാറിയിരിക്കുകയാണ്. ഈ ബൊക്കയിൽപ്പെട്ട ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 തുടങ്ങിയ ഉൾപ്പെടുന്ന ബൊക്കയ്ക്ക് ജിയോയുമായുള്ള ലയനത്തിന് ശേഷം ഭീമമായ നിരക്ക് വർധന നടപ്പിലാക്കിയതിനാൽ 2025 ഏപ്രിൽ 1 മുതൽ കേരള വിഷൻ്റെ ചാനൽ പാക്കേജുകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ മേൽപ്പറഞ്ഞ ചാനലുകൾ ഉൾപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. അലാക്കാട്ടയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ബൊക്കയായിട്ടോ കേബിൾ ഓപ്പറേറ്റർ മുഖേന ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം ഒരു ഇൻഫർമേഷനാണ് കേരള വിഷൻ അവരുടെ ഉപഭോക്താക്കൾക്കായി ഏറ്റവും പുതിയതായി നൽകിയിട്ടുള്ളത്. അതായത് ജിയോയുടെ ലയനത്തിന് ശേഷം ജിയോ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനൽ ബ്രോഡ്കാസ്റ്ററായി മാറിയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറും എല്ലാം അവരുടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ എല്ലാ വർഷവും സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ജിയോയിലേക്ക് വന്നതിന് ശേഷം ഇതേ സെയിം അവസ്ഥ തന്നെയാണുള്ളത്. ഈ ഒരു മാസം മുമ്പ് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാകുമ്പോൾ അവരുടെ ചാനലിൻ്റെ റേറ്റ് വർദ്ധിപ്പിക്കുകയും സാധാരണഗതിയിൽ കേരള വിഷൻ അടക്കം MSOകൾ അവരുടെ സമരത്തിലുണ്ടാവുകയും ഈ ചാനലുകളുടെ ചാർജിൽ ചെറിയൊരു വർധന ഉണ്ടാവുകയും സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഈ വർഷം ഇതേ സ്ഥിതി തന്നെയാണുള്ളത്. ജിയോയിലേക്ക് മാറിയപ്പോഴും ജിയോ അവരുടെ ചാനലിൻ്റെ ബൊക്കയുടെ റേറ്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കേരള വിഷനിൽ മാത്രമായിരിക്കും തൽക്കാലം അവർ ഏഷ്യാനെറ്റ് ചാനലുകളെല്ലാം കട്ടാവുക. മറ്റ് MSOകളിലെല്ലാം താൽക്കാലികമായിട്ട് അവർ ചാനലുകൾ ലഭ്യമാക്കും. ഇതൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു MSOയെ മാത്രം പ്രതിരോധത്തിലാക്കുകയും മറ്റ് MSOകളുടെ ചാനലുകൾ ലഭ്യമാക്കി ഉപഭോക്താക്കളുടെ സമ്മർദ്ദം വരുത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. ഏപ്രിൽ 1 മുതൽ സ്റ്റാറിൻ്റെ ഈ ചാനലുകളും അതുപോലെ തന്നെ സ്പോർട്സ് 18 ചാനലുകളെല്ലാം കേരള വിഷൻ ലഭ്യമാവുകയില്ല. നമുക്കിത് അലാക്കാട്ട രൂപത്തിൽ മാത്രമാണ് ആഡ് ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ, അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള 240 അല്ലെങ്കിൽ 250 ബൊക്കെ ചാനലിൻ്റെ ബൊക്കെയായിരിക്കും നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഏഷ്യാനെറ്റോ ഏഷ്യാനെറ്റ് പ്ലസോ സെപ്പറേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് സ്പോർട്സ്, സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടുന്ന ബൊക്കകൾ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.